പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ രണ്ടിടത്ത് ബൂത്ത് പിടുത്തമെന്നും ബൂത്ത് ഏജന്റിനെ മർദ്ദിച്ചുവെന്നും യുഡിഎഫിന്റെ ആരോപണം. ഇതിനു പിന്നാലെ യുഡിഎഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനം സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരോട് പരാതിപ്പെട്ടു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട പയ്യന്നൂർ കാറമേൽ ALP സ്കൂളിലെ 78 നമ്പർ ബൂത്തും അന്നൂരിലെ 84 നമ്പർ ബൂത്തുമാണ് LDF പിടിച്ചടക്കിയതായി UDF ആരോപിക്കുന്നത്. ബൂത്ത് ഏജന്റും DCC ജനറൽ സെക്രട്ടറി AP നാരായണന്റെ മകനുമായ രഞ്ജിത്തിനെ ബൂത്തിനകത്തുനിന്ന് മർദ്ദിച്ച് പുറത്തിറക്കി വിട്ടുവെന്നും ഇദ്ദേഹത്തെ പയ്യന്നൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും നേതാക്കൾ പറഞ്ഞു. മാത്രമല്ല, ഈ ബൂത്തിൽ ഒരു വനിതാ ഏജന്റും ഉണ്ടായിരുന്നു. ഇവരെയെല്ലാം ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കിയെന്നാണ് പരാതി. ഇതിനു പിന്നാലെ UDF സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താനം സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരോട് പരാതിപ്പെട്ടു. I am going to have a hunger strike here. I am the candidate here. If you are not allowing to cast their votes, what can we do? Agathine, where is my agent? I am a candidate. Where is my agent? I would like to know where is my agent. Where is my agent? You see, where is my agent? An Indian is there, and they are casting all fake votes here. They are sabotaging democracy, you know. Otherwise, കള്ളവോട്ട് ചെയ്യുന്നതിനെ തുടർച്ചയായി എതിർത്തതിന്റെ പേരിലാണ് രഞ്ജിത്തിനെ LDF പ്രവർത്തകർ ആക്രമിച്ചതെന്നും തൊട്ടടുത്തുള്ള കാറമേൽ ബൂത്തിലും സമാനമായ സംഭവമുണ്ടായെന്നും UDF സ്ഥാനാർത്ഥി ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ നടപടിയുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതോടെയാണ് തർക്കം അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.